അത് നമ്മളിന്ന് പാവക്ക വെച്ചിട്ട് നല്ലൊരു റെസിപ്പി ആയിട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത പാവക്ക ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കടുക്, കുറച്ച് ചെറിയ ജീരകം, പിന്നെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം തൈര്, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാവക്ക കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോവാതെ നല്ലൊരു ഗോൾഡൻ കളറാകുന്ന രീതിയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല തിന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കുന്ന സമയത്ത് അധികം കയ്പും ഉണ്ടാവില്ല, പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. ഇനി നിങ്ങൾക്ക് എണ്ണയുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. ഈ ഒരു പാവക്ക ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വേവിച്ചെടുത്താലും ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്ത പാവക്ക നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് ആ ഒരു അരപ്പ് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു പാൻ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആ ഒരു തൈരൊന്നും ഇങ്ങനെ പിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിന് ശേഷം മാത്രം തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കൈപ്പക്കയും കൂടെ ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവക്ക പച്ചടി ആട്ടോ ചെയ്തെടുത്തുള്ളത്. ആ ഒരു കൈപ്പക്കയുടെ ചെറിയൊരു കയ്പ്പും ആ ഒരു തൈരും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.